നമസ്കാരം ലോകകപ്പ് വാർത്തകളും വിശേഷങ്ങളുമായി വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ലോകകപ്പിൽ ഹാട്രിക് ജയം തേടി അല്പസമയത്തിനകം ഇന്ത്യ ഇറങ്ങുന്നു. ഇതുവരെ തോൽവിയറിയാത്ത ഇന്ത്യയും ന്യൂസിലാൻഡും നേർക്കുനേർ വരുമ്പോൾ മഴ ഭീഷണിയിലാണ് കളി. ഇത്തവണ ലോകകപ്പിൽ 3 കളികളാണ് മഴ മൂലം മുടങ്ങിയത്. തുടർച്ചയായി പെയ്യുന്ന അപ്രതീക്ഷിത മഴ ടീമുകളുടെ വിജയ സാധ്യതകളെ കാര്യമായി ബാധിച്ചപ്പോൾ സംഘാടകരും കടുത്ത ആശയക്കുഴപ്പത്തിലാണ്. ലോകമെമ്പാടുമുള്ള ആരാധകരിൽ നിന്നും ക്രിക്കറ്റ് പണ്ഡിതരിൽ നിന്നും വമ്പിച്ച വിമർശനമാണ് ICCക്കെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നോട്ടിംഗ്ഹാമിൽ ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ കളി നടക്കേണ്ട മൈതാനത്തും മഴ സാധ്യതയുണ്ട്. മഴ മൂലം കളി വൈകിയേ തുടങ്ങൂ എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. ഇന്നലെ രാത്രി മുതൽ നഗരത്തിൽ കനത്ത മഴ പെയ്യുകയാണ്. പല പരിപാടികളും ഇതിനോടകം തന്നെ റദ്ദു ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരം നടക്കാനുള്ള സാധ്യത തന്നെ സംശയത്തിലാണ്. മഴ മൂലം ഇന്ത്യൻ ടീം നെറ്റ്സിലെ പരിശീലനം ഇന്നലെ വെട്ടിക്കുറക്കേണ്ടി വന്നു. നോട്ടിംഗ്ഹാമിൽ ഇന്ന് ദിവസം മുഴുവൻ മഴ പെയ്യാനുള്ള സാധ്യത 50%-ലേറെയാണ്. മുഴുവൻ ഓവറുകൾ നടന്നില്ലെങ്കിലും മത്സരഫലം ഉണ്ടാകുന്ന രീതിയിൽ കളി നടത്താൻ കഴിയുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. രാവിലെ മഴയില്ലെങ്കിലും വൈകിട്ട് മഴയുണ്ടായേക്കും. അതുകൊണ്ട് തന്നെ ടോസ് നിർണായകമാകും. മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ ബാറ്റ് ചെയ്യേണ്ടി വരുന്ന ടീമിന് തോൽവിയായിരിക്കും ഫലം. വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരം നടക്കാതിരുന്നത് നന്നായെന്ന് ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ ഡൂപ്ലിസി കഴിഞ്ഞ ദിവസം പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. മഴ കളിയുടെ ഫലം നിശ്ചയിക്കുന്നത് ടീമുകളുടെ സെമി സാധ്യതകളെ തന്നെ കാര്യമായി ബാധിക്കുമെന്നതിനാൽ മഴ മാറുമെന്നാണ് ഇന്ത്യൻ ആരാധകരുടെയും പ്രതീക്ഷ. ഏതായാലും ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത സമയത്ത് തന്നെ നമുക്കറിയാം. അതുവരേക്കും ലോകകപ്പ് വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക.